എന്നോട് ആരൊക്കെ ചോദിച്ചത് എന്താണ് ഈ വീഡിയോൻ്റെ മുകളിലാണ്. ഇത് ഫ്ലിക്സിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ 1 പ്രൊഡക്റ്റ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ എന്താക്കണം, ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഫേസ് വാഷ്, ഈ പ്രൊഡക്റ്റ് ഒന്ന് കാണുന്നില്ലേ, ഈ പ്രൊഡക്റ്റ് 2 ഫേസ് വാഷില്ലേ, ഇപ്പോൾ ഇവിടെ വെച്ചോട്ടെ, ഇതില്ലേ ഇവിടെ തന്നെ പ്രസ് ചെയ്താൽ നേരെ ആ പ്രൊഡക്റ്റിലേക്ക് പോകും. ഞാൻ വേണേൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ പ്രസ് ചെയ്തു, കണ്ടോ, പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിലേക്ക് പോയി. അങ്ങനെയാണ്. എന്നിട്ട് ബാക്ക് അടിക്കുന്നു, കണ്ടോ, എന്നിട്ട് വീണ്ടും ബാക്കിലേക്ക് വരും. ഞാനത് വേറെയും പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത്, ഞാൻ ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഇടാം. ഞാൻ ഫ്ലിക്സിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലിക്സ് ഉണ്ട്, വേറെ ഞാൻ ഇടുന്നുണ്ട്, നല്ലതാണ്. ഇത് വേണ്ട, ഇത് വേറൊന്ന് ഹുഡി, ഞാൻ അതേ കളറില്ലേ ഹുഡി എന്ന് പറയുമ്പോൾ, ഇങ്ങനത്തെ ഒരു ടീഷർട്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇവിടെ ഞെക്കി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇവിടെ ഞെക്കി കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും. പിന്നെ ഇത് സംഭവം നല്ലതാട്ടോ. ഈ വൈനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് സൂപ്പറുവാണ്. വലിയ റേറ്റ് ഇല്ല. ആ പ്രൊഡക്റ്റിൻ്റെ അവിടെ ഞെക്കി കൊടുത്തവർ 500 രൂപയ്ക്ക് താഴെയുള്ള ഒന്നായിട്ടും കിട്ടും കേട്ടോ. ഇങ്ങനെയും കിട്ടും. ഒന്നായിട്ട് വാങ്ങുന്ന നഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ ഇതും കിട്ടും. ഇങ്ങനെ കുറച്ച് ഞാൻ കൊടുക്കും. ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സൈഡിൽ കാണുന്ന എന്താണെന്ന് അറിയാത്തവരോട് ഞാൻ പറഞ്ഞു തന്നാൽ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും കയറിയിട്ട്. ഞാൻ കൊടുക്കുന്ന പരസ്യം എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്, അല്ലാത്ത നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് അവരതിനെ ഓട്ടോമാറ്റിക്കലി മാറ്റിക്കളയും. ഞാൻ ഒരു ബ്രഷ്, അവർക്കത് കറക്റ്റായിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് അവർ ഡിലീറ്റ് ആയി കളഞ്ഞു. ഒരു ബ്രഷ് എടുത്ത് കാണിച്ചിട്ട് അവർക്കത് പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് യൂട്യൂബേഴ്സ് തരുന്നത്, അത് ഇടാൻ വേണ്ടിയിട്ട്. അത് ഉള്ള പ്രൊഡക്റ്റ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇട്ടത് ഏതാ, പിന്നെ ഞാൻ ബട്ടർഫ്ലൈൻ്റെ കുപ്പായത്തിലിട്ടു, അത് കിട്ടി. ഞാൻ ടോം ആൻഡ് ജെറീൻ്റെ ഒരു കുപ്പായുണ്ട്, പക്ഷേങ്കിൽ അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അവർ തന്നില്ല. അവരങ്ങനെ തന്നെ എടുത്തു മാറ്റി. ഞാൻ കാണിച്ചു തരാമേ. അതെ, ടോം ആൻഡ് ജെറി കാണാത്തത് കൊണ്ട് അവർ തിരിച്ചെടുത്ത് കളഞ്ഞു. അമ്പട് പൊളിസ്. ഇത് കണ്ടോ, ഇതൊരു കോട്ട്. ഇത് ഞാൻ കുറച്ചുകൂടെ ലെങ്ത് ഉള്ളതാണ്, ബ്ലാക്കാണ് എടുത്തത്, പക്ഷെ അവർ ഇട്ടേക്കുന്ന ഇതാ. ആ ഒരു കോട്ട് നമുക്ക് കയ്യില്ലാത്ത കുപ്പായോ അകത്ത് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും പ്ലെയിനൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ പുറത്തിടാം, കോട്ടിടാം. ഇത് ഒരു ലെങ്ത് ഉള്ള കോട്ടാണ്. ഇതങ്ങനത്തെ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ വാങ്ങാൻ കേട്ടോ. വേറെ പല കളേഴ്സും ഉണ്ട്, ലെങ്ത് ഉള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ടോം ആൻഡ് ജെറിയിൽ. ഇത് ടോം ആൻഡ് ജെറീൻ്റെ കുപ്പായ, പക്ഷെ കാണാത്തതുകൊണ്ട് അവർ തന്നില്ല. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഈ ബ്രഷ് അവർ തന്നില്ല. ഈ ബ്രഷ് അവർക്ക് മനസ്സിലായില്ല സംഭവം. ഇത് നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കുന്നൊരു ബ്രഷാണ്, പക്ഷെ അവർക്ക് എത്ര കൊടുത്തിട്ടും ആ ബ്രഷ് ഇനി വരുന്നില്ല. ഞാൻ നോക്കട്ടെ, എങ്കിൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും. ഡൈ ഒക്കെ ചെയ്യുന്നവർക്ക് സൂപ്പർ വേണം കേട്ടോ. കളറിങ് ചെയ്യുന്നവർക്കൊക്കെയാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഡൈ ചെയ്യാത്ത ആരും ഇല്ലല്ലോ, അവർക്കത് സൂപ്പറായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറ്റുമോ നോക്കാം, പറ്റുമെങ്കിൽ ഞാൻ എടുത്തിടാം. ആവശ്യമുള്ളവർ വാങ്ങിക്കോട്ടെ. പലർക്കും ഈ ബ്രഷിനെ കുറിച്ച് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടുമെന്നൊരു ഐഡിയ ഇല്ലായിരിക്കും. ചെറിയ പൈസയ്ക്ക് നമുക്ക് ഓൺലൈൻ വഴി കിട്ടും. നിങ്ങൾക്കത് മതിയാവും വീട്ടിലുള്ളവർക്ക്. പാർലറിലൊക്കെ കുറച്ച് റേറ്റ് കൂടി വയ്ക്കും, കാരണം കസ്റ്റമേഴ്സ് ഒരുപാടുള്ളതല്ലേ. അപ്പോൾ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ എന്നൊക്കെ നിലത്ത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് റേറ്റ് കൂടിയതേ വയ്ക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. പിന്നെ പലർക്കും അറിയില്ല എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന്. എന്നെ എടുക്കുക. ഇവിടെ പോയി എൻ്റെ ചാനൽ വെയിറ്റ്. പിന്നെ പറയുന്ന പോലെ എന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് എന്ന് പറയുമ്പം ഇങ്ങനെ തന്നെ കാണിക്കും. അത് കഴിയുമ്പം സബ്സ്ക്രൈബറായി. പിന്നെ അത് കാണിക്കുമ്പോൾ വീഡിയോസ് കാണാം. ഷോർട്സ് ആണെങ്കിൽ ഡെയിലി ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ ഷോർട്സ് കാണാം. ഇത് ലൈവ് ഏതാണോ നിങ്ങൾക്ക് കാണാനുള്ളത് അത്. പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളത്, പ്ലേലിസ്റ്റ്, പോസ്റ്റ്, മെമ്പർഷിപ്പ്. അപ്പം ഇത്രയും കാണാം. പോസ്റ്റ് ഇടുന്നേയും കാണാൻ പറ്റും. നിങ്ങൾ പലരും പോസ്റ്റ് നോക്കാറില്ല, നോക്കണം, ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻസിനും ലൈക്ക് ഇടാത്ത കുറേ പേരുണ്ട്, ഷോർട്സിനും. ഓക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇങ്ങനെ വേണം നോക്കാനിട്ടാ. ഹോമുണ്ട്, വീഡിയോസ്, ഷോർട്സ്, ലൈവ് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഷോർട്സ് എടുത്താൽ ഷോർട്സ് മൊത്തം കാണും, വീഡിയോസ് എടുക്കാൻ വീഡിയോസ് മൊത്തം കാണും. ഓക്കെ, ഇതാണ് യൂട്യൂബ്.